പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി അമേരിക്ക ഇറാൻ സംഘർഷം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ദ്വീപുകളും തുറമുഖ നഗരങ്ങളും ലക്ഷ്യമിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം അമേരിക്ക ടെഹ്റാന്റെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഇറാനാകട്ടെ മറുപടിയായി മിഡിൽ ഈസ്റ്റുകളാണ് ലക്ഷ്യമിടുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ശത്രുത ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവിടങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം. 5 ദിവസത്തിനിടെ ഇറാനിൽ 35 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. അമേരിക്കയുമായി നിലവിൽ സമാധാന ചർച്ചകൾ ഒന്നുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പിനെ ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ചർച്ചയ്ക്കില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ സുരക്ഷയും പ്രതിരോധവുമാണ് മുഖ്യ ലക്ഷ്യമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൃത്യമായ സൂചനയുമാണ്. അവിടെ ചർച്ചയ്ക്കുള്ള സാധ്യത പൂർണ്ണമായും അടയുകയും ചെയ്യുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലും ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ അമേരിക്കൻ ആക്രമണം നടന്നിരുന്നു. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി അമേരിക്കൻ ആക്രമണം വ്യാപിക്കുന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. അഹ്വാസ് നഗരത്തിലെ ഷാഹിദ് ബഗേയി ആശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. കുട്ടികളുടെ ക്യാൻസർ രോഗ ചികിത്സാ വിഭാഗം അടക്കമാണ് US സൈന്യം തകർത്തത്. അസുഖബാധിതരായ കുട്ടികളെയും മറ്റ് രോഗികളെയും ആക്രമണത്തെ തുടർന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. അഹ്വാസിന് പുറമെ ഖഷൻ ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിറിക്ക്, ചബഹാർ, കൊനാരക്ക്, റാസ്ക് സിറ്റി, ഗുണ്ടാബ്, ഗുർമാബാദ് എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷൈറിലും ആക്രമണമുണ്ടായി. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടക്കുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നാണ് USന്റെ അവകാശവാദം. അതേസമയം അമേരിക്കയുടെ അത്യാധുനിക MQ-9 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യമായ IRGCയും അവകാശപ്പെട്ടു. ഇറാൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം ട്രംപ് ആലോചിക്കുന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിപുലമായ സൈനിക നീക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ആലോചിക്കുന്നുണ്ട് എന്നാണ് ദി വാൾ സ്ട്രീറ്റ് ജേണൽ പോലുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കലും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന പിക്കാസ് മൗണ്ടൻ തുരങ്കം ആക്രമിച്ച് തകർക്കുന്നതും ഉൾപ്പെടെ ട്രംപിന്റെ മനസ്സിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഗാർഗ് പിടിച്ചെടുത്താൽ ഇറാനെ സാമ്പത്തികമായി തകർക്കാമെന്നും ഒപ്പം അവരുടെ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാക്കാമെന്നും ട്രംപ് കണക്കുകൂട്ടുന്നു. ഒരിക്കൽ ഇതിന് ട്രംപ് ശ്രമിച്ചതാണ്. എന്നാൽ അമേരിക്കൻ സൈനികരുടെ സുരക്ഷയെക്കുറിച്ച് ആലോചിച്ചാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. ആ ആശങ്ക അമേരിക്കയ്ക്ക് ഇപ്പോഴുമുണ്ട്. അതേസമയം ഹോർമുസ് വഴിയുള്ള കപ്പലുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് കടലിടുക്കിന് സമീപമുള്ള അബുമൂസ, ഗ്രേറ്റർ ടുൺബ്, ലെസ്റ്റർ ടുൺബ് തുടങ്ങിയ മറ്റു ദ്വീപുകൾ കൂടി കൈവശപ്പെടുത്തുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ ഭൂഗർഭ തുരങ്ക സമുച്ചയമായ പിക്കാക്സ് മൗണ്ട് ആക്രമിക്കുന്നതിനെക്കുറിച്ച് അത് എത്രത്തോളം എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. USഉം ഇസ്രായേലും ഇതിനകം ലക്ഷ്യമിട്ട മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നാകും പിക്കാക്സ് മൗണ്ടൻ എന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പിക്കാക്സ് മൗണ്ടനെ ലക്ഷ്യമിടുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ് പിക്കാക്സ് മൗണ്ടൻ. നഥാൻസ് ആണവ നിലയത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സഗ്രോസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഗർഭ പ്ലാന്റ് 2020 മല തുരന്ന് പടുത്തുയർത്തിയ ഒരു കോട്ടയാണ്. അന്ന് സെൻട്രിഫ്യൂജ് അസംബ്ലി പ്ലാന്റാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടിരുന്നത്. എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണമടക്കം ഈ ഭൂഗർഭ കോട്ടയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ആശങ്ക. പിക്കാസ് പർവ്വതനിരയിലുള്ള ഈ കേന്ദ്രം സന്ദർശിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധികൃതർക്ക് ഇറാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നതും സംശയം ബലപ്പെടുത്തുന്നു. ആണവ നിലയം ഭൂഗർഭത്തിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യോമാക്രമണം കൊണ്ടുമാത്രം ഇത് തകർക്കാനാകുമോ എന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും പിക്കാക്സ് മൗണ്ടനെ തൊടാൻ പറ്റുമോ എന്നാണ് സംശയം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട്
തങ്ങൾക്ക് ശത്രുതയില്ല എന്നും മറിച്ച് സ്നേഹമാണ് എന്നും പറയുമ്പോൾ തന്നെ ഇവിടങ്ങളിലെ സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കുവൈറ്റിനും ബഹ്റൈനും പുറമെ ജോർദാന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ഈ താവളം ഉപയോഗിക്കുന്നതിനാലാണ് ഇവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നത് എന്നും IRGC വിശദീകരിക്കുന്നുണ്ട്. ജോർദാനിലെ അസ്രഖ് വ്യോമതാവളത്തിൽ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട ഇറാൻ പറയുന്നത് പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങളും അനീതിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ജോർദാൻ ജനത അമേരിക്കൻ താവളങ്ങൾ ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നാണ്. കുവൈറ്റിലും സമാനമായ രീതിയിൽ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും F-15, F-16 അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെൽട്ടറുകളും നിരവധി MQ-9 ഡ്രോണുകളും പൂർണ്ണമായും നശിപ്പിച്ചതായും IRGC പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഇറാനെ എത്രത്തോളം അമേരിക്ക ആക്രമിക്കുന്നുവോ അത്രത്തോളം മിഡിൽ ഈസ്റ്റിൽ ആക്രമണമുണ്ടാകുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഇറാൻ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുത്തതായി കുവൈറ്റും ബഹ്റൈനും ജോർദാനും അവകാശപ്പെടുന്നു. ഇറാനെ വിപുലമായി ആക്രമിക്കാൻ ട്രംപ് പദ്ധതി തയ്യാറാക്കുന്നു എന്ന വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടിനൊപ്പം തന്നെ മറ്റൊരു വാർത്തയും പുറത്തുവരുന്നുണ്ട്. പ്രശ്നപരിഹാരം വേണമെന്ന് ഇറാൻ തന്നോട് ആവശ്യപ്പെട്ടതായും അതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു എന്നുമാണ് ട്രംപിൻ്റെ അവകാശവാദം. 2024 ഇറാൻ പിടികൂടിയ ഒരു അമേരിക്കൻ പൗരനെ സ്വമേധയാ വിട്ടയക്കാൻ അവർ തീരുമാനിച്ചത് സമാധാനത്തിനുള്ള ലക്ഷണമാണ് എന്നും തുടർ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്നുമാണ് ട്രംപിൻ്റെ അവകാശവാദം. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട് എങ്കിലും സമാധാനത്തിനായുള്ള വ്യക്തമായ സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയെ വലിയ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. ഹോർമൂസ് വീണ്ടും നിലച്ച മട്ടാണ്. പ്രതിസന്ധി അവസാനിക്കണമെങ്കിൽ ആക്രമണങ്ങൾ അടിയന്തരമായി നിലയ്ക്കുകയും ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ലോകം വീണ്ടും കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് തന്നെ കരുതാം. അതോടൊപ്പം ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും കടുപ്പിക്കുകയുമാണ് അമേരിക്ക. ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയുടെ ഈ നടപടിക്ക് കാരണം. പല വിദേശ കമ്പനികളെയും ബാങ്കുകളെയും മറയാക്കിയാണ് ഇറാൻ ഈ ആയുധക്കടത്ത് നടത്തിയത് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇറാന്റെ സൈന്യത്തെ ആക്രമിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളെ ഇളക്കിവിടാനും അമേരിക്ക ശ്രമിക്കുന്നതായാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്ക ഇതേ നിലപാടുമായി മുന്നോട്ടു പോയാൽ ലോകത്തെ എണ്ണ ഗ്യാസ് നീക്കം സ്തംഭിപ്പിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ഇനിയും ചർച്ചയ്ക്ക് വഴങ്ങിയില്ല എങ്കിൽ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതോടെ മേഖലയാകെ വലിയ ആശങ്കയിലാണ്. അതിനിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണിയും എത്തിയിട്ടുണ്ട്. അമേരിക്ക ആക്രമണം തുടർന്നാൽ ഗൾഫ് മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തച്ചു തകർക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്.